ഷിംജിതയെ അറിയില്ല, കണ്ടിട്ടില്ല, സോഷ്യൽ മീഡിയ മാത്രം കണ്ടിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ കണ്ടപ്പോൾ മാത്രം ശ്രദ്ധിക്കുക. താങ്കൾ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ, ആ പെൺകുട്ടി ഭയങ്കര ബോൾഡാണ്, ആ പെൺകുട്ടി അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കില്ല, അതെനിക്കറിയാം. പ്ലാൻ ചെയ്ത് തന്നെയാണ് വീഡിയോ എടുത്തത്, പക്ഷെ ഇതല്ല പ്ലാനിങ് എന്ന് ഞാൻ. എന്റെ കാഴ്ചയിൽ ദീപക്, എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല എന്താണ് ഞാൻ ദീപകിനെ കാണുന്ന ഒരു സ്പേസ്. ദീപക് ഇയാൾ 40 വയസ്സിൽ ഇയാൾക്കുള്ളതായ പ്രശ്നങ്ങളുണ്ട്, ഒരു പുരുഷൻ ഉണ്ടാവും. അയാള് ഇപ്പൊ ബസ്സിൽ കയറി ചിലപ്പോൾ ഇയാൾക്ക് പിടിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്ന ഒരു മനുഷ്യനൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള പല സ്പേസുകളിലും ഈ പറയുന്ന എന്താ പറയുന്ന ഒരു ഫ്രസ്ട്രേഷണൽ സ്പേസ്, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ആളുകളില്ലാത്തത്, ഫ്രണ്ട്ഷിപ്പിൽ റിവീൽ ചെയ്യപ്പെടാൻ പറ്റാത്ത സ്പേസുകളിൽ ചിലപ്പോൾ ആളുകളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവരിത് ചെയ്ത് അച്ഛനും മറ്റുണ്ടായിരുന്ന ബന്ധങ്ങളായിരുന്നോ അതോ അച്ഛൻ കുട്ടികളോട് കാണിച്ച അനാവശ്യമാണ്. അതായത് 10 വയസ്സിന് താഴെയും 15 വയസ്സിന് താഴെയുമുള്ള കുട്ടികളോട് കാണിക്കുന്ന പെരുമാറ്റ രീതി എനിക്ക് ഉൾക്കൊള്ളാൻ ഇനിയും പറ്റില്ല. അത് ആര് കാണിച്ചാലും പറ്റില്ല. അതെന്റെ അച്ഛനെന്നല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ ചെയ്തികളെല്ലാം അദ്ദേഹത്തിന് ശരിയായിരുന്നിരിക്കില്ലേ? എങ്ങനെയാണ് കൊച്ചുകുട്ടി, ഒരു കുട്ടി, എന്നെ മാത്രമല്ലല്ലോ, എത്ര കൊച്ചുകുട്ടികളെ പിടിച്ച് മടിയിൽ വെക്കുക. താങ്കളോട് കാണിച്ചിട്ടുണ്ട്? എന്നോട് കാണിച്ചു. പിന്നീട് എനിക്കൊരു 14 അല്ല, എനിക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഇതേ രീതിയിൽ ഞാൻ ചിക്കൻ ബോക്സിൽ നമുക്ക് കോട്ടൺ ഒരു ക്ലോത്ത് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുള്ളിയുടെ നോട്ടം, പുള്ളി നമ്മളെ ഒബ്സർവ് ചെയ്തതൊക്കെ ഭയങ്കര റോങ്. അത് ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നത്, നിന്നോട് മാത്രമല്ല അയാൾ പല കുട്ടികളോടും കാണിച്ചിട്ടുണ്ട്. 6-ാം വയസ്സ് മുതൽ അച്ഛനിൽ നിന്ന് ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളിൽ അന്ന് മുതൽ ചെറുപ്പകാലം മുതൽ മനസ്സിൽ കൂടിയ പുരുഷന്മാരോടുള്ള ചിന്താഗതി, എല്ലാ പുരുഷന്മാരും അങ്ങനെ ആയിരിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടോ? കേരളത്തിൽ ഞരമ്പന്മാരുടെ എണ്ണം ബസ്സുകളിൽ കൂടുകയാണ്. സോഷ്യൽ മീഡിയയിലെ ചില പുതിയ സെലിബ്രിറ്റികളുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അത്തരത്തിൽ കുറേ വീഡിയോകളൊക്കെ കാണാൻ കഴിയും. അറിയാത്ത മട്ടിൽ മാറിടങ്ങളിലും ശരീരത്തിലുമൊക്കെ അറിയാതെ സ്പർശിക്കുന്ന വീഡിയോകളൊക്കെ കൊണ്ട് വൈറലായ പല വീഡിയോകൾ. എന്നാൽ അത്തരത്തിൽ ഒരു വീഡിയോ വൈറലാകുന്നു. ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 40 വയസ്സുകാരൻ ആത്മഹത്യയിലേക്ക് നടന്നു പോകുന്നതും ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ഷിംജിത ഇപ്പോഴും ജയിലിൽ തുടരുന്നതും ഇന്നിൻ്റെ കാഴ്ചയാണ്. 24 ന്യൂസിൽ നമ്മൾ തമ്മിൽ പരിപാടിയിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീകണ്ഠൻ നായർ തമ്മിൽ എന്ന പുതിയ പരിപാടിയുമായി 24-ലെത്തിയപ്പോൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ ചർച്ചാ വിഷയം ദീപകിന്റെ മരണമായിരുന്നെങ്കിൽ ആ വീഡിയോയിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച പേരാണ് ഐശ്വര്യ രാധാലക്ഷ്മി. ഇന്ന് അതിഥി ഐശ്വര്യ രാധാലക്ഷ്മിയാണ്. നമസ്കാരം. അതിൽ ആരായി ഐശ്വര്യ രാധാലക്ഷ്മി? ഞാനൊരു തിയേറ്റർ പേഴ്സണാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ പഠിച്ച ഫിലിമാണ്, ഡയറക്ഷനാണ്. എന്താ ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. ഇപ്പൊ മലയാളി സമൂഹത്തിന് മുന്നിൽ ഐശ്വര്യ രാധാലക്ഷ്മിയുടെ സ്ഥാനം എന്താണെന്ന് അറിയോ? ആക്ടിവിസ്റ്റ്, ഫെമിനിറ്റി ആൻഡ് ക്രൂരയായ സ്ത്രീ. I don't know, some other thing. Supporting, പുരുഷ വിരോധി. അതായിരിക്കും കറക്റ്റ്. പുരുഷ വിരോധി. ആരാണ് രാധാലക്ഷ്മി? രാധ എൻ്റെ അമ്മ, ലക്ഷ്മി എൻ്റെ അമ്മൂമ്മ. എൻ്റെ പേര് ഐശ്വര്യ. SLC സർട്ടിഫിക്കറ്റിലെ പേരെന്താ? ഐശ്വര്യ അരവിന്ദ്. അച്ഛൻ്റെ പേര് അത് മാറ്റി. എന്തുകൊണ്ടാണ് അച്ഛൻ്റെ പേര് മാറ്റി? അവിടെ തുടങ്ങുന്നു പുരുഷ വിരോധം. പുരുഷ വിരോധം അല്ലല്ലോ, നല്ലൊരു പേരല്ല ഐശ്വര്യ അരവിന്ദ്. ഇപ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ ഒഫീഷ്യൽ നെയിം അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ ഞാൻ അമ്മയുടെ അമ്മൂമ്മേൻ്റെ പേര് സ്വീകരിക്കാൻ കാരണം അവരെനിക്ക് കോൺട്രിബ്യൂഷൻ, അവരുടെ ജീവിതത്തിൽ അല്ല എൻ്റെ ജീവിതത്തിൽ അവർ തന്ന കോൺട്രിബ്യൂഷൻ ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എങ്ങനെയാണ് അച്ഛൻ്റെ പേര് വെക്കുന്ന ഒരാളുടെ കൂടെ? അച്ഛൻ കർമ്മം കൊണ്ട് അച്ഛനാവുക എന്നുള്ളതാണ്. ജനിപ്പിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു അച്ഛൻ്റെ പേര് ചുമ്മി നടക്കേണ്ടത്, അല്ലെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒരു സമയത്ത് മെച്യൂരിറ്റി എനിക്കുണ്ടാകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായപ്പോൾ അത് മാറ്റാൻ എനിക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത് മാറ്റി. എത്ര കാലം അച്ഛൻ കൂടി ഉണ്ടായിരുന്നു? അച്ഛൻ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് എനിക്കൊന്നും എൻ്റെ ഓർമ്മയിലൊന്നും അച്ഛൻ അങ്ങനെയില്ല. ആകെ ഇൻ ബിറ്റ്വീൻ ഒരു 2 വർഷക്കാലമേ ഉള്ളൂ അച്ഛനോടുള്ളൊരു ബന്ധം. അമ്മയ്ക്ക് തന്നെ ഇത് അറിഞ്ഞപ്പോൾ അമ്മയ്ക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല, തള്ളിക്കളയാനും പറ്റില്ല. മകള് മോനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പം അച്ഛൻ്റെ പല പ്രവർത്തികളും അമ്മ അംഗീകരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ ഇടയിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ്, എപ്പോഴും ഫൈറ്റ്, ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ഫിസിക്കൽ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. നമ്മളതിൻ്റെ ഇടയിൽ ഇടപെടുവാണെങ്കിൽ നമുക്ക് കിട്ടും അടി. എൻ്റെ ബ്രദറാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് മനുഷ്യനായിരുന്നു, കരയത്തേ ഉള്ളായിരുന്നു. പിന്നെ ഞാനാണ് അമ്മയെ അടിക്കലെന്നൊക്കെ പറയുന്ന ഒരു സ്പേസ് ഉണ്ടായിട്ടുള്ളത്. സോ അമ്മയ്ക്ക് എപ്പോഴും അമ്മയ്ക്കുള്ള അച്ഛനോടുള്ള പ്രശ്നം ഇതൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ ഉണ്ട് അച്ഛനെന്നറിയാം. അവർ വളരെ ക്ലിയർ ആണ് ഇതിനകത്ത്. പക്ഷെ അവർക്ക് എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് അറിയില്ല, ഭർത്താവില്ലാതെ എങ്ങനെയാണ് ആ സ്പേസിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയി. അപ്പോൾ ചെറുപ്പകാലം മുതൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടു വളർന്നൊരു പെൺകുട്ടി അങ്ങനെയല്ലായിരുന്നു. ഞാൻ ഒരു കൂട്ടുകുടുംബത്തിൽ വളർന്ന ആളാണ്. അപ്പം എനിക്ക് അച്ഛനും അമ്മയും എന്നുള്ളത് മാത്രമായിട്ടൊരു സ്പേസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല.
ഞങ്ങൾ ഒറ്റയ്ക്ക് കുടുംബത്തിൽ നിന്ന് ബാക്കി എല്ലാവരും മാറി മാറി വേറെ വീടുകളിലേക്ക് പോയപ്പോഴും അച്ഛൻ അവിടെ ഇല്ല. അപ്പം എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും പ്രശ്നമല്ല, അച്ഛൻ്റെ സ്വഭാവം ഇതാണെന്ന് അമ്മയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ആർക്കും അറിയില്ല. അല്ല, ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ, എൻ്റെ അച്ഛൻ്റെ അബ്യൂസർ ആയിരുന്നു, അയാളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അയാളുടെ പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അയാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുക. അച്ഛനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അച്ഛൻ്റെ ഒരു വേർഷൻ? ഓഫ് കോഴ്സ്. ഈ അടുത്തിടയിൽ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു. തിരിച്ചു വന്ന അമ്മ മരിച്ചതിന് ശേഷം അമ്മൂന് 2-3 വയസ്സുള്ള സമയത്ത്, 2.5 വയസ്സ് മകൾ 2.5 വയസ്സുള്ള സമയത്ത് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കിപ്പം താമസിക്കാൻ സ്ഥലമില്ല, ഉണ്ടായിരുന്നൊക്കെ കൊടുത്തു, വിറ്റു, പെങ്ങന്മാരുടെ കൂടെ ആയിരുന്നു. പുള്ളി വേറൊരു ട്രാക്കാണ്, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ് ബേസിക്കലി. ഒരു സാധാരണ വീട്ടിൽ കയറി വന്ന ആദ്യത്തെ സമയത്ത് എനിക്ക് മനസ്സിലായി പോലും. ഞാൻ ഒരു 2-3 സെക്കൻഡ് എടുത്തു, എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മനുഷ്യനാണല്ലോ എന്ന് വിചാരിച്ചു. അയ്യോ ഇത് അച്ഛനാണല്ലോ, ഇരിക്കുന്നു എന്ന് പറയുന്നു, ഇരിക്കുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ സംസാരിക്കുകയാണ്, നിങ്ങൾ കാരണമുണ്ടായ എൻ്റെ ബുദ്ധിമുട്ടുകൾ. വളരെ ഡീസൻ്റായി, വളരെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പോഴും പ്രശ്നമില്ല വീട്ടിൽ, പക്ഷേ കണ്ണനോട് സംസാരിക്കണം നിങ്ങൾ, കാരണം കണ്ണനും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അനിയനും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ഇത് അഡ്രസ്സ് ചെയ്ത്, അയാളാണ് വീട്ടിൽ നിൽക്കുന്നത്, ഞാനല്ല. അപ്പം എനിക്കങ്ങനെ ഒരു എന്താ പറയുക സ്പേസ് തന്നിട്ട് അച്ഛനെ നിർത്താനുള്ള സ്പേസ് ഇല്ല. ഞാനിപ്പോൾ നിങ്ങൾ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ ചെയ്ത കാരണം ഞാൻ ഒരുപാടടുത്ത് തല കുനിച്ചിട്ടുണ്ട്, പിന്നെ ഒരുപാടടുത്ത് ഞാൻ വിചാരിച്ചു ഞാനാണ് തെറ്റെന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെ നിങ്ങളില്ലായിരുന്നു അഡ്രസ്സ് ചെയ്യാൻ, കാണിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞ് പുള്ളി തല കുനിച്ചിരുന്നതിനെ അക്സെപ്റ്റ് ചെയ്ത് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അല്ല, ഞാൻ ചോദിച്ചു വന്നത്, ഓരോ മനുഷ്യരും ഓരോ ട്രാക്കാണ്, താങ്കളുടെ വാചകമാണ്, ഓരോ മനുഷ്യനും ഓരോ ട്രാക്ക്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ചെയ്തികളെല്ലാം അദ്ദേഹത്തിന് ശരിയായിരുന്നിരിക്കില്ലേ? എങ്ങനെയാണ് കൊച്ചുകുട്ടി, ഒരു കുട്ടി എന്നെ മാത്രമല്ലല്ലോ, എത്ര കൊച്ചുകുട്ടികളെ പിടിച്ച് മടിയിൽ വെക്കുക, അവരവരുടെ സെക്ഷൽ അല്ല പെർവേഷണൽ സ്പേസിന് വേണ്ടിയിട്ട്, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, അത് എന്ത് ന്യായീകരണമാണ് ഞാൻ അതിനകത്ത് കൊടുക്കുന്നത്? അല്ല, അയാൾ പ്രേമിച്ച് വേറൊരു സ്ത്രീയുടെ പുറകിന് പോയാൽ ഞാൻ ഇങ്ങനൊന്നും പറയില്ല. ഇതൊന്നും ഒരിക്കലും പറയാൻ പോകത്തില്ല, അത് അയാളുടെ ചോയ്സ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രായമുള്ള മെച്ചുവേർഡ് ആയ ഒരു സ്ത്രീയുമായി അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗൾഫിൽ പൈസ ഒന്നും അയക്കില്ല, പുള്ളി പോയിട്ട് അബ്സ്കോണ്ടിങ് ആയിരിക്കും, ഗൾഫിലായിരിക്കും മിക്കാറ്. അപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം നടക്കാതെ മെയിൻ കാരണം ഗൾഫാണ്. കാരണം ഇവർ ടുഗെദർ അല്ലല്ലോ ഒരിക്കലും. പിന്നെ ഒരു സർവൈവൽ മാർഗം വല്ലപ്പോഴെങ്കിലും ഇയാൾ തരുന്ന സപ്പോർട്ട് ആവശ്യമാണ് സ്ത്രീക്ക്. വീട്ടിൽ കൂട്ടുകുടുംബം ആയതുകൊണ്ട് വലിയ അല്ലല്ലോ അരച്ചില്ലാതെ അമ്മമാരുടെയൊക്കെ ഹെൽപ്പ് കാരണമാണ് ഞങ്ങൾക്ക് വളർന്നത്. അല്ലാതെ ഇതിനകത്ത് അച്ഛന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലായിരുന്നു. അമ്മയുടെ വീടാണ് നമ്മളെ സെക്യൂർ ചെയ്തത്. അച്ഛൻ്റെ വീട്ടുകാർ പോലും അങ്ങനൊരു സ്പേസിലേക്ക് അഡ്രസ്സ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ട്രാക്ക് അച്ഛനിപ്പോൾ വേറൊരു സ്ത്രീയുടെ പുറകിന് പോവാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അവിടെയായിരുന്നു ഒരു ക്ലാരിറ്റി വേണ്ടത്. അച്ഛന് മറ്റുണ്ടായിരുന്ന ബന്ധങ്ങളായിരുന്നോ അതോ അച്ഛൻ കുട്ടികളോട് കാണിച്ച അനാവശ്യമാണ്. അതായത് 10 വയസ്സിന് താഴെയും 15 വയസ്സിന് താഴെയുമുള്ള കുട്ടികളോട് കാണിക്കുന്ന പെരുമാറ്റ രീതി എനിക്ക് ഉൾക്കൊള്ളാൻ ഇനിയും പറ്റില്ല. അത് ആര് കാണിച്ചാലും പറ്റില്ല. അതെന്റെ അച്ഛനെന്നല്ല. എത്ര വയസ്സ് തൊട്ടാണ് അച്ഛൻ്റെ ഒരു സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത്? ഞാൻ ആദ്യമായിട്ട് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് 6 വയസ്സോ എങ്ങാണ്ടുള്ളപ്പോഴായിരുന്നു, അതോ 8 വയസ്സോ അങ്ങനെ ഒരു സമയത്താണ് ഞാനിത് കിടക്കുന്നത്. അമ്മ അനിയനും മാറിക്കിടക്കുന്നു. അപ്പൊ താങ്കളോട് കാണിച്ചിട്ടുണ്ട്? എന്നോട് കാണിച്ചിരുന്നു, ഞാൻ പറയാം, എന്നോട് കാണിച്ചാണ് പറയുന്നത്. അപ്പൊ അച്ഛൻ ഇങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത രീതിയിലൊരു എൻ്റെ കൈ കൊണ്ട് ടച്ച് ചെയ്യിക്കുന്നു. ഇതാണ് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ സംഭവിക്കുക. അപ്പം എൻ്റെ ചിന്ത ഇതെന്താ, അയ്യോ ഇത് അച്ഛൻ അമ്മയുടെ ആണല്ലോ, നമ്മളുമായിട്ട് ഇതിനൊരു ബന്ധമില്ലല്ലോ, ഇതിങ്ങനൊരു സ്പേസിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അമ്മയോട് ചെന്ന് പറയുന്നു. അമ്മ അപ്പം തന്നെ എന്നെ പിച്ച് പറിച്ചിട്ട് മിണ്ടാതിരി, നാണം കേടാണ്, ഇങ്ങനെയൊക്കെ ആൾക്കാരോട് നിൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഇത് നോക്കണ്ടേ, അതാണ്. പക്ഷെ അമ്മയ്ക്ക് ഓൾറെഡി അറിയാം ഇങ്ങനൊരു സ്പേസ് കിടക്കുന്നുണ്ടെന്ന്. അവരതിൻ്റെ പേരിൽ ഇവരുമായിട്ട് സ്ഥിരമായ വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളെ അറിയിക്കില്ല, നമ്മൾ വളരെ കൊച്ചു കുട്ടികളാണ്. പിന്നീട് എനിക്കൊരു 14 എനിക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഇതേ രീതിയിൽ ഞാൻ ചിക്കൻ ബോക്സിൽ നമുക്ക് കോട്ടൺ ഒരു ക്ലോത്ത് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുള്ളിയുടെ നോട്ടം, പുള്ളി നമ്മളെ ഒബ്സർവ് ചെയ്തതൊക്കെ ഭയങ്കര റോങ്. അത് ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നത്, നിന്നോട് മാത്രമല്ല അയാൾ പല കുട്ടികളോടും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞത്, കുട്ടികളുടെ അടുക്കൽ ഇയാൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് ഒരുപാടടുത്ത്. അത് മാത്രമല്ല ആൺകുട്ടികൾക്ക് ഇയാൾ ഇതിൻ്റെ എഡ്യൂക്കേഷനും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലുള്ള പല കുട്ടികളും, അതൊരു സെക്യൂർ ഫാമിലിയാണ്, ആലോചിച്ചോണം. അത് നമ്മളെല്ലാവരും കുടുംബം ഭയങ്കര ഭദ്രതയുള്ളൊരു സ്പേസ് എന്ന് പറയുന്ന സ്പേസിലാണ് ഇവരെ നമ്മൾ കാണുന്നത്. നമ്മളെല്ലാം ഭയക്കുകയാണ്, ഇതെന്താണ് നടക്കുന്നത്, ഞാൻ ഭയക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഒതുക്കാൻ ശ്രമിക്കുകയാണ്, നാണം കേടുകൊണ്ട്. അപ്പോൾ ഞാനിതിനെ അന്ന് മുതലേ ഞാൻ ചോദിക്കുന്ന ഒരാളായിരുന്നു, എനിക്ക് സംശയമുള്ളത് ചോദിക്കുകയാണ്, അല്ലാതെ നമ്മളാരും കുറ്റപ്പെടുത്തില്ല. അപ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. അവർ പറയുന്നത് എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, പ്രായമുള്ള ആൾക്കാർക്ക് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഇതിങ്ങനെയുള്ള ആളുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനാണ് ഇങ്ങനൊരു റോങ് ട്രാക്കിലേക്ക് പോകാനായി. അതിന് എൻ്റെ അച്ഛൻ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ അച്ഛൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്, അല്ലാതെ അയാൾ വൃത്തികെട്ട മനുഷ്യൻ ഇങ്ങനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. വിത്ത് റെസ്പെക്ട് എന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ച് ഇങ്ങനെ ഇരുത്താൻ ഒരു ഭാഗമായിരുന്ന എൻ്റെ അച്ഛൻ. അയാളെ ഞാൻ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷെ അയാളുടെ പ്രവർത്തികളെയോ അയാൾ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളെയോ അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴും അത്രേ ഉള്ളൂ അയാളോടുള്ള സ്പേസ്. എനിക്ക് പ്രശ്നമില്ലായിരുന്നു വീട്ടിൽ താമസിക്കുന്നത്. പക്ഷെ എൻ്റെ അനിയൻ പറഞ്ഞു
എല്ലാ കാലവും നിങ്ങളെ എടുക്കാനോ കാണാനോ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. വേറെ ഒരു പ്രശ്നമില്ല, കേസ് കൊടുക്കില്ല, ബഹളം ഉണ്ടല്ല, ഒന്നുമില്ല. പക്ഷെ കാണാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് സത്യമാണ്. 6-ാം വയസ്സ് മുതൽ അച്ഛനിൽ നിന്ന് ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളിൽ അന്ന് മുതൽ ചെറുപ്പകാലം മുതൽ മനസ്സിൽ കൂടിയ പുരുഷന്മാരോടുള്ള ചിന്താഗതി, എല്ലാ പുരുഷന്മാരും അങ്ങനെ ആയിരിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് പോകും. അങ്ങനെ ഒരു സാധനമില്ല. എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. പറയാം, കുടുംബത്തിനുള്ളിൽ തന്നെയുള്ള പല സ്ത്രീകൾ അവരൊക്കെ അവരുടേതായ സ്പേസുകളിൽ നമ്മളുടെ അടുക്കൽ ഇങ്ങനെ പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. വേറെ വീട്ടിൽ അടുത്ത ബന്ധങ്ങളിലുള്ള ആളുകൾ, അതായത് അമ്മാവിയുടെ ബന്ധുക്കള്, അങ്ങനെ ആൾക്കാർ വരുന്നവര്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ അങ്ങനെ പെരുമാറി. പിന്നെ എല്ലാരും പ്രതീക്ഷിക്കാത്തവരാണ്, നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. പിന്നെ ആ സമയത്ത് എങ്ങനെയാണ് ഐശ്വര്യക്ക് ഷിംജിതയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഷിംജിതയെ സപ്പോർട്ട് ഷിംജിതയെ അറിയില്ല, ഷിംജിതനെ കണ്ടിട്ടില്ല, ഇല്ല, സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടിട്ടുള്ള ആൾ. ഈ വീഡിയോയിൽ കണ്ടപ്പോൾ മാത്രം ശ്രദ്ധിക്കുക. താങ്കൾ ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടോ, ആ പെൺകുട്ടി ഭയങ്കര ബോൾഡാണ്, ആ പെൺകുട്ടി അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കില്ല, അതെനിക്കറിയാം. പ്ലാൻ ചെയ്ത് തന്നെയാണ് വീഡിയോ എടുത്തത്. പക്ഷെ ഇതല്ല പ്ലാനിങ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ജനങ്ങൾ പറയുന്ന പ്ലാൻ അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോ താങ്കൾക്ക് അയാളെ അറിയില്ല, അയാളുടെ ഇന്റൻഷൻ അറിയില്ല. ഇല്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ കൊണ്ട് പുള്ളിക്കാരി ജയിലിലാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നുണ്ടോ? പോലീസുകാർ കോടതി വെറുതെ ജാമ്യാപേക്ഷ തള്ളിക്കളയുമോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും പുള്ളിക്കാരി ഇപ്പോഴും ജയിലിൽ തുടരുന്നത്? ഞാൻ പറയുന്നത്, എനിക്ക് ഷിംജിതനെ അറിയില്ല, ശരിയാണ്. എനിക്ക് എൻ്റെ അച്ഛനെ അറിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് അച്ഛനോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റി. എന്നോട് പെരുമാറിയ എല്ലാ വ്യക്തികളോടും എനിക്ക് ഇപ്പോഴും മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റുന്നത് ആ വ്യക്തികളെ എനിക്കറിയാം. അവരതങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഏത് സാഹചര്യത്തിലാണ് അത് ചെയ്യപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധമുള്ളതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റും അവരോട്. സത്യസന്ധമായി ക്ഷമിക്കാൻ പറ്റും. എനിക്ക് അതിൻ്റെ ഒരു ട്രോമ ഒന്നും ഞാനല്ല ചെയ്തത്, അത് അവർ ചെയ്തതാണ്. അവരാണ് ഗിൽറ്റിലാവേണ്ടത്. ഞാൻ ഗിൽറ്റിലാവേണ്ട ഒരു സ്പേസും ഇല്ല ഇതിനകത്ത്. ഞാൻ അനുഭവിച്ചതിന് ഞാൻ എന്തിനാണ് ഗിൽറ്റിലാവുന്നത്? ഷിംജിതയെ പോലെ തന്നെ എനിക്ക് ദീപകിനെ അറിയില്ല. കോടാനുകോടി ജനങ്ങൾ ദീപകിൻ്റെ ഒരു സ്പേസും അറിയാതെ ദീപകിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പേസിൽ 40 വയസ്സുള്ള ഡിവോഴ്സിയായ ദീപക്, അയാളുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും? താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഒരു പോസിബിലിറ്റി ഓഫ് സാധനമാണ് പറയുന്നത്. അയാൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചയിൽ ദീപക്, എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല എന്താണ് ഞാൻ ദീപകിനെ കാണുന്ന ഒരു സ്പേസ്. ദീപക് എനിക്ക് തോന്നിയിരിക്കുന്ന അയാൾ സെപ്പറേറ്റഡ് ആയിരുന്നു. പ്രോപ്പറായ ഒരു കമ്മ്യൂണിക്കേഷൻ വീട്ടിലുണ്ടാവാത്തത്, വളരെ കുറച്ച് സുഹൃത്തുക്കൾ, 1-2 സുഹൃത്തുക്കളെ കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇയാൾ 40 വയസ്സിൽ ഇയാൾക്കുള്ളതായ പ്രശ്നങ്ങളുണ്ട്, ഒരു പുരുഷൻ ഉണ്ടാവും. അയാൾ ഇപ്പോൾ ബസ്സിൽ കയറി ചിലപ്പോൾ ഇയാൾക്ക് പിടിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്ന ഒരു മനുഷ്യനൊന്നും ആയിരിക്കത്തില്ല. ഒരു സ്ത്രീനെ കയറി പീഡിപ്പിക്കാനോ ഒന്നും പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സ്പേസിൽ ഞാൻ ദീപകിനെ കാണുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള പല സ്പേസുകളിലും ഈ പറയുന്ന എന്താ പറയുക, ഒരു ഫ്രസ്ട്രേഷണൽ സ്പേസ്, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ആളുകളില്ലാത്തത്, ഫ്രണ്ട്ഷിപ്പിൽ റിവീൽ ചെയ്യപ്പെടാൻ പറ്റാത്ത സ്പേസുകളിൽ ചിലപ്പോൾ ആളുകളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവരിത് ചെയ്തു പോകുന്നുണ്ട്. 1,000-2,000 രൂപ കൊടുത്ത ഈ നാട്ടിൽ കൂണുപോലെ സ്പാ സെന്ററുകൾ തുറന്നു വെച്ചിട്ടുണ്ട്, അവിടെ അവിഹിതങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരാളാണ് ദീപക് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനത്തെ ഒരാളല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ലൈംഗിക ചിന്തയോടുകൂടി ഒരു പെൺകുട്ടിയെ സ്പർശിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പീഡനങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അബ്യൂസുകൾ, ഈ ചൈൽഡ് അബ്യൂസുകൾ, അല്ലെങ്കിൽ അല്ലാത്ത അബ്യൂസുകൾ എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. ഈ പറയുന്ന 2,000 രൂപയ്ക്ക് ആൾക്കാരെ കിട്ടുന്നു. അതായത് ഈ പറയുന്ന സെക്ഷൽ, അതായത് പ്രൊഫഷണലി സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, അവരതിനെ റെസ്പെക്ട്ഫുള്ളി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ആ സ്പേസിനൊക്കെ ഒരു സമൂഹത്തിന്റെ ബാലൻസ് ആയിട്ട്, അല്ലല്ല, ഞാൻ പറയുന്നത് സമൂഹത്തിന്റെ ഒരു ബാലൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതുപോലെ പീഡനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ ആ സ്പേസ് അക്കോമഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ആൾക്കാർ എടുക്കുന്നില്ല. ദേ വോണ്ട് ഫ്രീ ടച്ച്, ദേ വോണ്ട് സം അതർ തിങ്. യുനോ, നമ്മൾ ഭയങ്കര കണ്ണടച്ച് ബ്ലൈൻഡ് ആക്കുന്ന പോലെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നും. കാരണം ഇങ്ങനെയുള്ളിടത്ത് എന്തുകൊണ്ട് ആൾക്കാർ പോകുന്നില്ല, അങ്ങനെയുള്ളിടത്ത് പോകുന്നില്ല. ഞാൻ ചോദിച്ചത്, എനിക്ക് ദീപകിനെ അറിയില്ല, താങ്കൾക്കും ദീപകിനെ അറിയില്ല. താങ്കൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് 40 വയസ്സുള്ള സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന 2-3 സുഹൃത്തുക്കൾ മാത്രമുള്ള, ഫാമിലിയുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത, സുന്ദരനും സുമുഖനും വിദ്യാസമ്പന്നനും, എന്റെ കാഴ്ചപ്പാടിലെ സുന്ദരനാണ്, ഷിംജിതയും സുന്ദരിയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വളരെ മാന്യമായി വസ്ത്രം ധരിക്കുന്ന, അങ്ങനെ അയാൾ മാന്യാണെന്ന് എനിക്കറിയില്ലല്ലോ, താങ്കൾക്കും അറിയില്ല. ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഒരു യാത്രയുടെ ഇടയിൽ ഒരു വാഹനത്തിൽ കയറുന്നു, വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വാഹനത്തിലെ ഡ്രൈവർ, കണ്ടക്ടർ, ഇവർക്ക് ആർക്കും അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിയില്ല, സഹയാത്രികർക്ക് അറിയില്ല. വാഹനത്തിൽ കയറുന്നു, തിരക്കുള്ള വാഹനമാണ്, ഇവരടുത്ത് നിൽക്കുന്നു. സ്വാഭാവികമായും ഷിംജിതയുടെ മനസ്സിൽ ഒരു 2 തോട്ട് പ്രോസസ് നടക്കാം. ഒന്ന്, ഇയാളുടെ അറിയാതെ കൊണ്ടതാണെങ്കിൽ ഇയാൾ അത് ആ ഒരു ഇന്റൻഷനാണോ എന്ന് ഷിംജിതയ്ക്ക് തോന്നാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളും മറ്റാളുകളും പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആകാൻ വേണ്ടി, വൈറലാകാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ ആ കുട്ടി തയ്യാറാവുകയാണ്. ഈ 2 പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ഈ ഒരു പോസിബിലിറ്റിയിൽ പിന്നെ നമുക്കൊരു ഭാഗികമായിട്ടെങ്കിലും ഭാഗമാകാൻ പറ്റും. മറ്റേ പോസിബിലിറ്റി എനിക്ക് ഭാഗമാകാൻ പറ്റുന്നില്ല, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഷിംജിത അതായത് ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആകാൻ വേണ്ടി ഇത് ചെയ്തതല്ല. അവർക്ക് ഓൾറെഡി വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് മില്യൺസ് ഓഫ് വ്യൂ പോയ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഷിംജിതയേക്കാൾ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉള്ള
ഒരാൾ എനിക്കറിയാവുന്ന ഒരാൾ ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത് ആ ചർച്ച അങ്ങനെ സെലിബ്രിറ്റി ആയതിനെ എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഉണ്ടാവാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതേ സ്പേസിലാണ് ഞാൻ പറയുന്നത്. ദീപകിനെ കൂട്ട് 10,000 പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരാളെ അല്ല. 10,000 പേരെ നമ്മൾ നിരന്തരമായി ബസ്സുകളിൽ അല്ലെ പബ്ലിക് സ്പേസുകളിൽ, ഉത്സവ സ്പേസുകളിൽ, അമ്പലങ്ങളിൽ എല്ലായിടവും കണ്ടിട്ടുണ്ട്. ഈ ടച്ച് എന്ന് പറയുന്ന അവരൊന്നും വേണ്ട തിരിച്ചവർക്ക്. ഈ ടച്ച് ചെയ്ത് പോയാൽ മാത്രം. ആൺകുട്ടികൾക്ക് മാത്രമാണോ? സ്ത്രീകളുണ്ടാവും, ഉണ്ട്. എന്നെ ടച്ച് ചെയ്തിട്ടുള്ള സ്ത്രീകൾ, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ടച്ച് ചെയ്യുന്നത്. പക്ഷെ ആ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ടച്ച് ചെയ്യുന്ന സ്പേസിൽ പുരുഷന്മാർ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു അനുഭവമുണ്ട്, ഞാൻ പറയാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ ആദ്യത്തെ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ബൈക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ സെയിൽസിലായിരുന്നു.